അച്ചു വന്നേ വേഗം വാ. എന്താ? ഞാൻ നിന്നോട് പറയാറില്ലേ എവിടെന്തെങ്കിലും നല്ല പശുവും പാല് വേണമെന്ന്. നോക്കേ വേഗം ചെന്ന് വെള്ളത്തിൽ പാൽ ഒഴിക്കണ ഒരു കുപ്പി മേടിച്ചോണ്ട് വാ. ഇതേ നിങ്ങൾക്ക് തരാനല്ല, ഈ ഫ്ലാറ്റിൽ പുതുതായി താമസിക്കാൻ വരുന്ന ഗോപാലകൃഷ്ണ സാറിന് കൊടുക്കാനാ. ഗോപാലകൃഷ്ണ സാറിന് പാക്കറ്റ് പാൽ ഇഷ്ടമല്ല. നോക്കി ഗ്യാസ് തീർന്നെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേക്ക് സിലിണ്ടർ എത്തി. ഇതേ ഗോപാലകൃഷ്ണൻ സാർ 6 മാസം മുമ്പ് ബുക്ക് ചെയ്തതാ. രാവിലെ 6 മണിക്കിടേണ്ട പത്രം വൈകുന്നേരം 6 മണി കഴിഞ്ഞാലും കൊണ്ടുവരാത്ത തനിക്ക് ഇന്ന് എന്ത് പറ്റടോ? 2 മാസത്തെ കുടിശ്ശിക ഇനിയും തരാത്ത നിങ്ങക്ക് ഇന്നത്തെ പത്രം നാളെ വായിച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതേ ഇവിടെ വരാൻ പോണ ഗോപാലകൃഷ്ണ സാറിനുള്ളതാ. 4 മാസത്തെ കാശേ 6 മാസത്തിനു മുമ്പേ ഞങ്ങൾക്ക് അയച്ചതാ. ടെലിഫോൺ കേടായിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഒരാഴ്ച ആയല്ലോ, എന്നിട്ട് ഇപ്പോഴാന്നോ വരുന്നേ? വന്നേ നിങ്ങളുടെ പരാതി കേട്ട് വന്നതല്ല, ഇതേ ഗോപാലകൃഷ്ണൻ സാറിന് പുതിയ കണക്ഷൻ കൊടുക്കാൻ വന്നതാ. ഗോപാലകൃഷ്ണനോ? ഓ ഇവനായിരുന്നോ ഗോപാലകൃഷ്ണൻ? ഗുഡ് മോർണിംഗ്. വരൂ. താങ്ക് യു. എന്താ? ഞാൻ ഗോപാലകൃഷ്ണൻ, അടുത്ത വീട്ടില് പുതുതായി താമസിക്കാൻ വന്ന ആളാ. പായസം വിൽപ്പനയാണോ ജോലി? അല്ല, എന്റെ ഒരു സന്തോഷത്തിന്. ഇരിക്കൂ. വേണ്ട, ഞാൻ ഇരുന്നോളാം. സാറിന് കുട്ടികളൊന്നുമില്ലല്ലേ? അല്ല, സാറിന്റെ എത്രയും വലിയ പ്രായം അനുസരിച്ച് നോക്കുമ്പോ കോളേജ് പഠിക്കാനുള്ള കുട്ടികളെങ്കിലും കാണണം. സമയം വെച്ച് നോക്കിയാ അവരിപ്പോ പോവാനുള്ള തിരക്കിലായിരിക്കും. പക്ഷെ അതൊന്നും കണ്ടില്ല. ഞാൻ ഗോപാലകൃഷ്ണൻ, പുതിയ ന്യൂ നെയ്ബറാ. അല്ല, ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാനാണ് സാധ്യത. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ അവരെ യാത്ര അയക്കുന്ന തിരക്കിലായിരിക്കണമല്ലോ ചേച്ചി. അല്ലേ ചേച്ചി? ഇനി അതുമല്ല, കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ പെൻസിൽ കൊണ്ടോ കരിക്കട്ടോ കൊണ്ടൊക്കെ ചുമര് കംപ്ലീറ്റ് വൃത്തിയേടാക്കിയാനെ. അതും കണ്ടില്ല. അതുകൊണ്ടാ ഞാൻ ചോദിച്ചത്, സാറിന് കുട്ടികളില്ലേ എന്ന്. അയ്യോ, പായസം ഞാൻ മറന്നു. ചേച്ചിക്ക് മധുരം എങ്ങനെയാ? പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുവോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും. അതെന്റെ ഇഷ്ടം. നീ പുറത്ത്. അല്ല, എന്റെ കപ്പ്. ഓ, ഇതെന്താ വേൾഡ് കപ്പാ? എന്നാ ഞാൻ പൊക്കോട്ടെ? വേണ്ട, ഞാൻ പോവാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അവന്റെ ഒരു പായസം. അപ്പൊ 5 സ്റ്റാർ ഹോട്ടലിലെ കുക്കാണ് ഗോപാലകൃഷ്ണൻ അല്ലേ? അതെ. പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നില്ല, സപ്ലയർ ആണെന്നേ പറയൂ. മോളു നല്ല അനുസരണമുള്ള കുട്ടി. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഒരു ജോലിക്കാരന്റെ കാര്യം? ഇനി അതിന്റെ ആവശ്യമില്ല. ഞാനതല്ലോ, അയൽപക്കത്തെ നെയ്ബറാ. ഈ കൃഷ്ണൻ വെറും കൃഷ്ണൻ അല്ലാട്ടോ, ഗോപാലകൃഷ്ണൻ. പേരിലെന്തിരിക്കുന്നോടോ? ഈ ഗോപാലൻ വെറും ഗോപാലൻ അല്ലാട്ടോ, ഗോപാലകൃഷ്ണൻ. എന്ത് പണ്ടാരെങ്കിലും ആവട്ടടോ. ഇനിയിപ്പോ ഗോപാലകൃഷ്ണൻ മാറ്റി അമിതാഭ് ബച്ചൻ നിർത്താലോ. നീ ഹോട്ടലിൽ പണിക്കാരൻ തന്നെയല്ലേ? പൊറാട്ടടി പ്ലേറ്റുകൾ, പൊറാട്ടടി പ്ലേറ്റുകൾ. അത് ചേച്ചി വെറും ഹോട്ടലല്ല, 5 സ്റ്റാർ ഹോട്ടലാ. പിന്നെ ഈ കാറ്ററിംഗിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട്. പിന്നെ കോണ്ടിനെന്റൽ ഫുഡ് മേക്കിംഗിൽ സ്പെഷ്യലിസ്റ്റ് ഞാൻ. പാചകം പഠിപ്പിക്കാനും പ്രത്യേക സ്ഥലങ്ങളുണ്ടെന്നോ? പാചകം മാത്രമല്ല, പ്ലേറ്റ്, സ്പൂണ്, ഫോർക്ക്. ഫോർക്കല്ല, ഫോർക്ക്, മുള്ള, ഇതൊക്കെ സെറ്റ് ചെയ്യാ. ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ഗ്ലാസ്സിൽ എങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്ന് തുടങ്ങി കട്ടില് എങ്ങനെ നമ്മൾ ഷീറ്റ് വിരിക്കണം എന്ന് വരെ പഠിക്കണം. ഒക്കെ സാഹിബിനെ കണ്ടുകൊടുത്താ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് സത്യം പറഞ്ഞാൽ ഒറ്റത്തടിയാ. അപ്പൊ ഗോപാലകൃഷ്ണൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ മാത്രം ഇവിടെ വരുമല്ലേ? എനിക്കങ്ങനെ എപ്പോഴും ജോലി കൊണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും സൂപ്പർവൈസ് ചെയ്യാൻ ചെല്ല. മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. എവിടെ ഗോപാലകൃഷ്ണന്റെ വീട്? എറണാകുളോ? എന്റെ കർത്താവേ, അതെന്റെ സൂസിയുടെ നാടല്ലയോ? സൂസിയോ? അതാരാ സാർ? എന്റെ വൈഫ്. ആഹാ. ഡാർലിംഗ് എപ്പോഴും പറയും, അച്ചായോ കഴിക്കുവാണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിലെ പായസം കഴിക്കണമെന്ന്. സാറിന്റെ വൈഫ് 5 സ്റ്റാർ ഹോട്ടലിലാണോ വർക്ക് ചെയ്യുന്നത്?
എടോ അവള് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് പോലെ ഒരു 5 സ്റ്റാറില, ലഞ്ച് മറ്റൊരു 5 സ്റ്റാറിൽ, ഡിന്നർ ഒരു 5 സ്റ്റാറിൽ. എന്തിനവള് രാത്രി ഉറങ്ങാൻ പോകുന്നത് പോലെ ഏതെങ്കിലും ഒരു 5 സ്റ്റാറിലാ. അപ്പൊ സാറിന് ജോലി? എനിക്ക് എന്നാത്തിനാടോ ജോലി? അവളങ്ങ് ഫോറിനില്ലല്ലോ. ഐ എം ഗോപാലകൃഷ്ണൻ. ഗോ ബാലകൃഷ്ണൻ. ഗോ ബാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ. യു ഗോ മാൻ. അകത്തിരിക്കേണ്ടത് പുറത്തും പുറത്തിരിക്കേണ്ടത് അകത്തും. ഓരോ യോഗേ. ഇവിടുത്തെ പങ്ക് നീ കുടിച്ചോ. ദേ, 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 ദേ. കേറി വാ. ഒരു സാധനം തരട്ടെ. ഫോറിൻ ഇടട്ടെ. ഇതുവരെ കഴിഞ്ഞില്ലേ? എനിക്കറിയില്ല. എന്താ നിനക്കറിയില്ല അല്ലേ? ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഭാര്യ അകന്നിരിക്കുന്ന ഒരുത്തന്റെ പ്രയാസം അയക്കറിയില്ലല്ലോ. ഒന്നിനെയും വിശ്വസിക്കാൻ ഓ, പറ്റില്ല. ക്ലബിൽ പോവാൻ സമയായി. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഫുഡുകളുടെ മഹാമേള. 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഇതാ ജനമധ്യത്തിലേക്ക്. പാവയ്ക്ക് കൊണ്ടുള്ള മുതല. വെറുതെ ഇങ്ങനെ നോക്കിന്നാ പോരാ, ഇതൊക്കെ കണ്ടുപഠിക്കണം. വെരി ടേസ്റ്റി. റിയലി ഡിലീഷ്യസ്. വേറെ ഒന്നുകൂടെ വരൂ. ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത് ആരാ? ഞങ്ങളുടെ പുതിയൊരു കുക്ക ഗോപാലകൃഷ്ണൻ. ഒന്ന് വിളിക്കാമോ? ഗോപാലകൃഷ്ണ, പ്ലീസ് കം. യെസ് സർ. തനിക്ക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ടി വി കാണിച്ചൂടെ? അത് ടിവിയിൽ ഇതൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരും ഇല്ല സർ. ഞാൻ മാസ്റ്റർ ടിവിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറാ. എന്നെ വന്ന് കണ്ടാൽ മതി. കീപ് മൈ കാർഡ്. താങ്ക് യു സർ. ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണല്ലോ ഈ പാദസരങ്ങൾ. ഹായ്, വെൽക്കം വെൽക്കം വെൽക്കം. ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. അയ്യേ, ഇതെന്താ വീട്ടിനുള്ള തട്ടുകടയാ? നോ 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 നോ, ദിസ് ഈസ് കുക്കിംഗ് ലാബ്. ഹോട്ടലിലേക്കുള്ള പുതിയ പുതിയ ഐറ്റംസ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനുള്ള പരീക്ഷണശാലയാണ്. ഐ മീൻ ഫുഡ് റിസർച്ച് സെന്റർ, FRC ഇന്ത്യ. ഇതാണ് അൽഫാനിയ കുച്ച് മഹായ്. ഹായ്. നോട്ട് ഹായ്, മഹായ്. ഇതൊരു വെസ്റ്റേൺ അറബിക് ചൈനീസ് കൊളാബറേറ്റഡ് ഫുഡാണ്. ഐ സീ. നോ നോ നോ, ഐസിനകത്ത് ഇടില്ല. നാളെ ടിവിയിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ മീൻ റിഹേഴ്സൽ. ഹായ്, റിഹേഴ്സൽ ഇങ്ങനെയാണെങ്കിൽ ടിവി വരുമ്പോ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളെ പോലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് എന്റെ ശ്രമങ്ങളെല്ലാം. നിങ്ങളുടെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം. സോറി ഗോപാലകൃഷ്ണൻ, അയ്യോ, അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇന്നലെ വളരെ ചീപ്പായി പെരുമാറി. ശരി. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരുമോ ഗോപാലകൃഷ്ണ? ഓ, വൈ നോട്ട്, ഷുവർ. ഞാനെല്ലാം പഠിപ്പിച്ചു തരും. ഈ ഗോപാലകൃഷ്ണന്റെ ഒരു തമാശ. അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് വിളിക്കണോ? ഇങ്ങോട്ട് വിളിക്കാം. ഗോപാലകൃഷ്ണ, എക്സ്ക്യൂസ് മീ, പ്ലീസ് ഗീവ് മീ എ വേ. ദിസ് വേ. നോ ബോഡി ടച്ചിങ്. താങ്ക് യു. വേണേ ടേസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഗോപാലകൃഷ്ണൻ. ഓ, എക്സ്ക്യൂസ് മീ. കാര്യം നമ്മൾ ഇന്നലെ കണ്ടെങ്കിലേ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടില്ല. ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടല്ലേ. സാറിന് പണിയൊന്നുമില്ലെന്നും വൈഫിനാണ് പണിയെന്നും. 5 സ്റ്റാർ വൈഫേ,
ഇതൊക്കെ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ? എനിക്ക് ലേശം പണിയുണ്ടേ. അൽഫാനിയെ കൊച്ചുമകയെ അടുപ്പത്തിരിക്കുക. കൊച്ചുമോനെ അവിടെ ഇരിക്കട്ടെ. ഓ വരട്ടെ. ഞാൻ സൂസിയോട് പറഞ്ഞ ഒരു വിസ ഒപ്പിച്ചേരട്ടെ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പുരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ എങ്ങോട്ടേക്കില്ല. വെരി ബിസിയാണേ. പോവാൻ വരട്ടെ. ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? എന്ത് ചെയ്യാം, പറ്റിയൊരു അസിസ്റ്റന്റിനെ കിട്ടണ്ടേ? ഞാൻ മതിയോ? ഓ ഗോപാലേഷ, എന്നെ ഈ പാചകവിദ്യ ഒന്ന് പഠിപ്പിച്ചു തരുമോ? എനിക്കും എന്റെ മുറിയിൽ ഒരു തട്ടുകട തുടങ്ങാമല്ലോ. എന്ത് തേങ്ങാക്കോലയോ പാചകം പഠിപ്പിച്ചു തന്നില്ലേലും വേണ്ടില്ല, ഈ പെണ്ണുങ്ങളെ വളയ്ക്കണ വിദ്യയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? അത് എളുപ്പ വഴിയല്ലേ. എങ്ങനെ? ആദ്യം ഒരു വലിയ കുപ്പിയിൽ 100 മില്ലി മൈലെണ്ണ എടുക്കുക. അതിനുശേഷം വളയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കുളിപ്പിച്ച് മുമ്പിൽ നിർത്തുക. വൃത്തിയായിട്ട് ഇരിക്കട്ടെ. മൈലെണ്ണ കുപ്പിയുടെ അടപ്പ് തുറക്കുക, മാറ്റിവെക്കുക. അത് കഴിഞ്ഞ് ഈ മൈലെണ്ണ കുപ്പിയിൽ നിന്ന് 50 മില്ലിഗ്രാം മൈലെണ്ണ ഈ വലതുകയിൽ എടുത്ത് ഇങ്ങനെ ഒഴിക്കുക. കുപ്പി മാറ്റിവെക്കുക. അടുത്തതായി പെൺകുട്ടിയെ തിരിച്ചു നിർത്തുക. അവരുടെ നടുവിൽ ഈ എണ്ണ പുരട്ടുക. അതിനുശേഷം ഇങ്ങനെ മൃദുവായി തടവിക്കൊണ്ടിരിക്കുക. എന്ത് രസം! തടവിലിൽ ക്രൂരത സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നോ ചാർത്തി പാടില്ലാന്ന്. പയ്യെ തിന്നാ പനയും തിന്നാം. ഇക്കാര്യത്തിൽ പനയും തിന്നണോ? ഇതൊരു ബനാന ടോക്കാണ്. ബനാന ടോക്കോ? പഴഞ്ചൊല്ല്. അങ്ങനെ അവസാനം തടവി ഇതൊരു പദം എത്തിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. അല്ലെങ്കിൽ വെയിലത്തിർത്തിയാലും മതി. ഏത് വളയാത്ത പെൺകുട്ടിയും വളഞ്ഞിരിക്കും. നീ ആരാ ലാട വൈദ്യനോ മയിലെണ്ണയിട്ട് വളയ്ക്കാൻ? ഊതിയതല്ലേ? കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? എടാ കൊച്ചനെ, നീ കൂടുതൽ നേളിക്കരുത്. അച്ഛന്റെ പ്രായമുള്ളൊരുത്തൻ മകന്റെ പ്രായമുള്ളൊരുത്തനോട് അമ്മയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കാം. എടാ 4 തൈക്കളവുകൾ അകത്ത് നിൽക്കുന്നെന്ന് കരുതി നീ കൂടുതൽ ഷൈൻ ചെയ്യരുത്. ഞാൻ വിചാരിച്ച ഇപ്പൊ നിന്റെ അടുത്ത് പുറത്താക്കാൻ പറ്റും. പേടിപ്പിക്കണോ? ആണെന്ന് കൂട്ടിക്കോ. കടുക് കുറച്ച മോത്തൊഴിക്കും. ബ്ലഡി സഫാരി. കസ്റ്റമേഴ്സിന്റെ സംതൃപ്തിയാണ് ഞങ്ങളുടെ സന്തോഷം. പറ്റോ? ഹലോ. അതെ, ഞാൻ പറയാൻ പോകുന്നത് കേൾക്കാൻ സ്വപ്പം വിഷമമുള്ള കാര്യമാ. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഫ്ലാറ്റിൽ പുതിയതായിട്ട് താമസത്തിന് വന്ന ചെക്കനുണ്ടല്ലോ, ബട്ട്ലർ, അവനാളത്ര ശരിയല്ല. എടോ, അതൊക്കെ തന്റെ കോംപ്ലക്സാ. തനിക്ക് തന്റെ ഭാര്യയുടെ കൂടെ കഴിയാനുള്ള ഭാഗ്യമില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നണത്. മഞ്ഞപ്പിത്തം പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നൂ. ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതില്ലയോ? നിങ്ങൾ 4 കണ്ണുകൊണ്ട് കണ്ടാലും എനിക്ക് എന്റെ ഭാര്യ വിശ്വാസ. എന്നാലും നമ്മുടെ ഫ്ലാറ്റിൽ വന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ എങ്ങനെയെന്ന്? എടോ, അയാളുടെ 5 സ്റ്റാർ ഹോട്ടൽ കുക്കല്ലേ. അയാളുടെ അടുത്തുനിന്ന് വല്ലതും പഠിക്കാൻ വേണ്ടി അവള് പോയി കാണും. മാത്രമല്ല, എന്റെ മക്കള് വെക്കേഷനിൽ വരുമ്പോ നല്ല നല്ല സാധനങ്ങൾ ഉണ്ടായി കൊടുക്കാലോ. കഷ്ടം. സ്വന്തം ഭാര്യ ഒരു അന്യപുരുഷന്റെ അടുക്കളയിൽ സംശയകരമായ രീതിയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ലേശം പോലും ഇങ്ങനെയുള്ളവരോടൊത്ത് എങ്ങനെ താമസിക്കും? ഓവർസിയറെ വിളിച്ചൊന്ന് പറയാം. എടോ, എന്റെ മൂത്ത 2 കുട്ടികളെ ഹോസ്റ്റലാക്കിയപ്പോഴും താൻ ഇതുപോലെ എന്തൊരു പരിദോഷം പറഞ്ഞില്ലേ? ഇനിയിപ്പോ എന്റെ ഭാര്യ പാചകം പഠിച്ചോട്ടെ, തനിക്കെന്ത് വാങ്ങാത്തില്ല. പെങ്ങളെ ഫോണോടെ